ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാക്കോ മാത്സ്. അങ്ങനെ ഒരു വർഷങ്ങളുടെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം എന്ത് ചൂടൻ വീണ്ടും അവതരിച്ചിരിക്കുകയാണ്. വേറൊന്നുമല്ല, 9ാം ക്ലാസ്സിന്റെ അറിയാലോ, പരീക്ഷയാണ്. അപ്പോൾ ഇന്ന് ഈ വരുന്ന തിങ്കളാഴ്ച, അതായത് നാളെ. എന്തായാലും നമ്മൾ കഷ്ടപ്പാടാന്നറിയാം. നിങ്ങളുടെ വിഷമത്തിൽ ഞാൻ പങ്കുചേരുകയാണ്. വേറെ വഴിയൊന്നുമില്ല, പുതിയ ബുക്കാണ് അല്ലേ. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, പക്ഷെ എളുപ്പമാണ്. വലിയ കഷ്ടപ്പാടൊന്നുമില്ലാത്ത പാഠങ്ങളുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പാഠത്തിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ചെറിയ ചോദ്യങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള നമുക്ക് ആൻസർ ഒക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും അതെങ്ങനെ ചെയ്യാമെന്നുള്ള ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പൊ അത് മാത്രമാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ സമയം ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല, കാരണം ഒരു ദിവസമാണ്, ഒറ്റ ദിവസമേ ഉള്ളൂ. ആ ഒരു ദിവസം കൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ഇടാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പാഠം, ആ പാഠത്തിലുള്ള എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ പാഠം എന്തൊക്കെയാണ് പറയുന്നത് ചെറുതായിട്ട് ഒരു 10-15 മിനിറ്റുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് കൂടി പോയാ നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് പറ്റുന്നത് പോലെ ചെയ്തു നോക്കാം, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മുടെ ചാപ്റ്റർ എന്ന് നോക്കുമ്പോൾ ഏത് ചാപ്റ്റർ നമ്പറൊന്നും എനിക്ക് ഓർമ്മില്ല. റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കണ്ടല്ലോ. ആ പാഠത്തിൽ എളുപ്പമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അതായിരിക്കും നമുക്ക് ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പൊ അടുത്ത് നിങ്ങൾക്ക് പരീക്ഷ വന്നാൽ, പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെ നിങ്ങൾക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോ ശ്രദ്ധിച്ച് കേൾക്കുക. കേട്ടല്ലോ. സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കേൾക്കാം, വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല. നമുക്ക് പറ്റുന്നവർക്ക് ചെയ്യാം. ഓക്കെ, റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ രേഖീയ സംഖ്യകൾ എന്ന് വെച്ചാൽ എന്താണ്? അത് എന്താ പറയുക, നമുക്ക് എഴുതി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ലോകത്തിലുള്ള എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് രേഖീയ സംഖ്യകൾ അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ചെറിയൊരു സൗണ്ടിന്റെ പ്രോബ്ലം ഉണ്ടാവും, കാരണം ഫുൾ അടച്ചിട്ട് റൂമാണ്. ഇപ്പോൾ മുഴക്കം ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്നാലും പറയട്ടെ. അപ്പോൾ രേഖീയ സംഖ്യ എന്ന് വെച്ചാൽ ലോകത്തിലുള്ള, അതായത് റിയൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഈ ഭൂമിയിലുള്ള എല്ലാ നമ്പേഴ്സിനെയും വിളിക്കുന്ന പേരാണ് രേഖീയ സംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്നും നമുക്ക് വലിയ പ്രശ്നമില്ല. അപ്പോൾ സംഖ്യാരേഖ അല്ലെങ്കിൽ നമ്പർ അല്ലെങ്കിൽ റിയൽ ലൈൻ എന്ന് പറയുന്നത് അതാണ് നമ്മുടെ പ്രശ്നം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വരയാണ്. 0, 1, 2, 3, -1, -2, -3, ഇങ്ങനെ എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് ഭൂമിയിലുള്ള എല്ലാ നമ്പേഴ്സിനെയും റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വര. അതിൽ അതിൻ്റെ ഇടയിൽ നമ്പേഴ്സ് ഒക്കെ ഉണ്ടാവും. നമ്മൾ പറയുന്ന √2, √3, പൈ, അങ്ങനെയുള്ള എല്ലാ സംഖ്യകളും ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ ആളുകളും ഉണ്ടാവും. അപ്പൊ അങ്ങനെ എല്ലാ ആളുകളെയും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന, അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു വര, അതാണ് റിയൽ ലൈൻ അല്ലെങ്കിൽ സംഖ്യാരേഖ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത്? അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, കൂടുതലായിട്ടൊന്നുമില്ല. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. ഫസ്റ്റ് ഉള്ളത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ്, അതായത് മോഡ് എക്സ്, കേവല വില, എക്സിന്റെ കേവല വില എന്ന് വെച്ചാൽ അതായത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, നമ്മൾ അതിനെ എഴുതുക എന്ന് പറയുന്നത് ഇതാ ഈ രൂപത്തിൽ. ഇതാണ് മോഡ് എക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ ഉള്ളിൽ ഒരു സംഖ്യ വന്നാലുള്ള പ്രശ്നം എന്താണ്? ഒന്നുമില്ല, അതാ നോക്കുക. ഈ നമ്പറിന്റെ ഉള്ളിൽ ഒരു നമ്പർ, ഈ വരേന്റെ ഉള്ളിൽ ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഖ്യ തന്നെ വരും. കേട്ടല്ലോ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതിപ്പോ എന്താ പ്രശ്നമുള്ളത്? ഇത് പറയാനാണോ നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ എടുത്തത്? അങ്ങനെ ഒന്നല്ല. ഇതിന്റെ ഉള്ളിൽ വേറൊരു പ്രത്യേകത ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ ഒരു മൈനസ് വന്നു കഴിഞ്ഞാൽ അത് എന്ത് തന്നെ കിട്ടുന്നു? പോസിറ്റീവേ കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു രണ്ട് വരേന്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ചെയ്തിട്ട് അവസാനം ഒരു ഉത്തരം കിട്ടി, ആ ഉത്തരം നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, നമുക്ക് അതിസംഖ്യ മാത്രമേ കിട്ടുള്ളൂ, പോസിറ്റീവ് നമ്പർ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പൊ 5 + 2 എന്ന് കിട്ടിയ എത്രയാണ്? 7. അപ്പോ 7 എന്ന് പറയുന്നതിന്റെ മോഡ് എന്ന് പറയുന്നത് എന്തിന്റെ? 7 തന്നെയായി. ഇനി അതല്ല, ഇതാ -3 + 1. ഓക്കെ, നമുക്കറിയാം ഒരറ്റത്ത് മൈനസ് ഒരറ്റത്ത് പ്ലസ് ആണ്. എന്താ ചെയ്യുക? വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചെയ്യും. അങ്ങനെയാണല്ലോ. ഇവിടെ വലുതാര 3 ആണ്, 3 ചെറുതാര 1 കുറക്കണം. 3 1 കുറച്ച് എത്ര കിട്ടുക? 2 ആണ്.
അല്ലെ? ഇതിന്റെ ചിഹ്നം എന്ന് പറയുമ്പോൾ ഈ കൂട്ടത്തിൽ വലിയ ആളാരാ? മൈനസ് ആണ്. അപ്പൊ മൈനസ് കൊടുത്തു. അവിടെ ആൻസർ എന്തേ കിട്ടുള്ളൂ? നമുക്ക് പോസിറ്റീവേ കിട്ടുള്ളൂ. ഇതാണ് കേവല വില എക്സിന്റെ പ്രത്യേകത. ഇനി ഈ പാഠത്തിൽ ഇതുകൊണ്ടുള്ള റോൾ എന്താണ്? അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എല്ലാം ഈ ഒരു വരേനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഇതിലുള്ള ഏതെങ്കിലും രണ്ടാളുകൾ തമ്മിലുള്ള അകലം കാണുന്നു. ഓക്കെ, അകലം കാണും. ആ അകലം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക ഇതാ രണ്ട് വര ഇട്ടിട്ട് ആര് തമ്മിലുള്ള അകല കാണുന്നത്? -1 അല്ല 2 തമ്മിലുള്ള അകലാണ് കാണുന്നത്. അപ്പൊ ഇവര് തമ്മിൽ കുറച്ചാൽ മതി. ആരെ കുറച്ചാലും കുഴപ്പമില്ല. ഈ വരേന്റെ ഉള്ളിൽ ആരെ കുറച്ചാലും കുഴപ്പമില്ല. സാധാരണ നമ്മള് അല്ലാതെ വര ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ നിന്ന് ചെറുത് കൊടുക്കാൻ മതി. ഇവിടെ ഇപ്പൊ ആരെ കുറച്ചാലും കുഴപ്പമില്ല. -1 പിന്നെ കുറക്കണം 2. ഈ വര ഇല്ലായിരിക്കും. അപ്പൊ നോക്കിക്കോ, -1 2 കുറച്ചാൽ എത്ര? ഇങ്ങനെ രണ്ടറ്റത്ത് -1 എന്താ ചെയ്യുക? ഗുണിക്കലാണ് പോസിറ്റീവ്. അല്ലാതെ പോസിറ്റീവ് ആവോ? ഇല്ല. രണ്ട് സംഖ്യകൾ കൂട്ടുക, എത്ര കിട്ടുക? 3. എന്നിട്ട് എന്ത് കൊടുക്കുക? മൈനസ് കൊടുക്കുക. -3 കേവല വില എന്തായിരിക്കും? മോഡ് -3 എത്ര ആയിരിക്കും? 3 ആയിരിക്കും. 3 ആയിരിക്കും. ഇതാണ് ഈ പാഠത്ത് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് ഇവര് തമ്മിലുള്ള അകലം നമുക്ക് നോക്കാം. 1 2 3 3 അകലം കിട്ടിയത്. അപ്പൊ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് ഇപ്പോ 2 പോയിന്റ്, ഒരു എക്സും ഒരു വൈയും. ഓക്കെ, ഇവര് മൈനസോ പ്ലസോ എന്തോ ഉത്തരം കിട്ടുന്ന എന്തോ ആവട്ടെ, നമുക്ക് ഇവര് തമ്മിലുള്ള അകലത്തിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആളുകളാണ് ഇപ്പോൾ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ എക്സും വൈയും തമ്മിലുള്ള അകലം, ഡിസ്റ്റൻസ് എത്രയാണ്? അതാണ് ഈ പാഠത്തിന്റെ മെയിൻ സംഭവം. ഓക്കെ, അതല്ലാതെ ഒരൊറ്റ കാര്യം കൂടി, മധ്യബിന്ദു മിഡ് പോയിന്റ്, രണ്ട് കാര്യങ്ങൾ ഈ പാഠത്തിൽ പഠിക്കും. അപ്പൊ അതിലൊക്കെ നമ്മൾ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവമാണ്. അപ്പൊ ഇങ്ങനെ രണ്ട് വര ഇട്ടിട്ട് രണ്ട് സംഖ്യകൾ കുറക്കുന്നത് പോലെ എഴുതി കഴിഞ്ഞാല് അതിന്റെ അർത്ഥം എന്താണ്? ഈ രണ്ടാളുകൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കുകയാണ്. ഓക്കെ ആണല്ലോ? അതായത് എടുക്കുന്ന 3 കുറക്കണം 1 ഇങ്ങനെയാണെന്ന് കരുതുന്നത്. അതിനർത്ഥം എന്താ? 3ഉം 1ഉം തമ്മിലുള്ള അകലം എത്രയാണ്? ഡിസ്റ്റൻസ് എത്രയാണ്? 3 എന്ന് പറയുന്ന സംഖ്യയും 1 എന്ന് പറയുന്ന സംഖ്യയും സംഖ്യാരേഖയിൽ, നമ്പർ ലൈനിൽ, റിയൽ ലൈനിൽ ഇവര് തമ്മിലുള്ള അകലം, ഡിസ്റ്റൻസ് എത്രയാണ്? മനസ്സിലല്ലേ? അപ്പോ ഇതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ. അത് ആദ്യം മനസ്സിലാക്കാം. ഈ പാഠത്തിന്റെ ലക്ഷ്യം എന്താണ്? ഓക്കെ ആണല്ലോ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ഈ ഒരു അകലത്തിന് പറയുന്നത് ഇവിടെ നമ്മൾ 3 + 1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ പറഞ്ഞു രണ്ടെണ്ണം തമ്മിലുള്ള അകലം, അവരെ കുറച്ചിട്ട് വേണം എഴുതാൻ. അതും ഞാൻ പറഞ്ഞു. പക്ഷെ കുറക്കേണ്ട ചിഹ്നത്തിന് വരെ ഇവിടെ ആരാണ്? പ്ലസ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഇവർ ആര് തമ്മിലുള്ള അകലായിരിക്കും കണ്ടിട്ടുണ്ടല്ല. 3 കുറക്കണം. ഈ പ്ലസ് എന്ന് പറയുന്നത് ഇവിടെ മൈനസ് അല്ലേ വേണ്ടത്? ശരിക്കും നമ്മൾ കുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയല്ലേ എഴുതിയത്. അപ്പൊ ഈ പ്ലസ് എന്തായിട്ടുണ്ടാവും? എങ്ങനെയാണ് ആ പ്ലസ് ആയത്? രണ്ട് മൈനസുകൾ ചേരുമ്പോഴല്ലേ. മനസ്സിലായോ? ആലോചിക്കുക, ഇവിടെ പ്ലസ് എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ രണ്ട് മൈനസുകൾ ചേർന്നുകൊണ്ടാണ് അവിടെ പ്ലസ് ആയത് എന്നാണ്. അപ്പൊ ഇത് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, കുറച്ച് സ്പീഡായിട്ട് പോവാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ സ്ലോ ആയിട്ട്. ഓക്കെ ആണല്ലോ? വീഡിയോ നിങ്ങൾക്ക് വേണം 1x 2x 3x എനിക്ക് ഒരു കുഴപ്പമില്ല, മനസ്സിലായാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പൊ പ്ലസ് എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ കാണുകയും അതിനർത്ഥം ഇവിടെ രണ്ട് മൈനസുകൾ ചേർന്നിട്ടാണ് അത് പ്ലസ് ആയിട്ട് പറഞ്ഞത്. അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതിലുള്ള ചോദ്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ ആണ്. അപ്പോ നമ്മൾക്ക് കാര്യങ്ങളിലേക്ക് പോവാം. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മോഡ് എക്സ് അല്ലെങ്കിൽ കേവല വില ഓഫ് എക്സ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് അത് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? നമ്മൾ ഇതിന്റെ ഉള്ളിൽ എന്ത് കൊടുത്താൽ എന്തേ കിട്ടുള്ളൂ? പോസിറ്റീവേ കിട്ടുള്ളൂ. അതായത് ഇവിടെ ഞാൻ എക്സിന് പകരം എന്ത് കൊടുത്താലാണ് 5 കിട്ടുക? എന്ത് കൊടുത്താലാ? 5 എന്ന് പറയുന്ന സംഖ്യ കൊടുത്താലല്ലേ 5 കിട്ടുള്ളൂ. അത് ഉറപ്പല്ലേ? അപ്പൊ ഞാൻ മൈനസ് 5 കൊടുത്താലോ? അപ്പോൾ എനിക്ക് എന്തേ കിട്ടുള്ളൂ? 5 കിട്ടുള്ളൂ. അതാണ് അതിനർത്ഥം. ഉദ്ദേശിക്കുന്നത് എത്രേ ഉള്ളൂ? ഇതിന്റെ ഉള്ളിൽ ഈ എക്സിന് പകരം എന്ത് സംഖ്യ കൊടുത്തപ്പോഴാണ് 5 കിട്ടിയത്?
എന്തൊക്കെ പറയാം? എക്സ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 5 കൊടുക്കണം, അല്ലെങ്കിലോ എക്സ് എന്ന് പറയുന്നത് എന്ത് കൊടുക്കണം? -5 കൊടുക്കണം. അപ്പൊ എക്സിന് 2 വില ഉണ്ട്. അതാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എക്സ് എന്ന് പറയുന്ന സംഖ്യ ഏതൊക്കെ ആയിരിക്കും, എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ. രണ്ടാളുകൾ തമ്മിലുള്ള അകലം എത്രയാണ്? ഓക്കെ, രണ്ടാളുകൾ തമ്മിലുള്ള അകലം എത്രയാണ്? പ്രശ്നമുണ്ടോ? ചെയ്യാനാവില്ല, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ ഈ പാഠത്തിലുള്ള ചോദ്യത്തിലേക്ക് പോവാം. അല്ലേ, നമുക്ക് നോക്കാം ഇത് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക, ഏതൊക്കെ തരത്തിൽ വരും എന്നുള്ളത് ഒറ്റ പാഠം, ഈ ഒരു പാഠത്തിൽ സിമ്പിൾ ആയിട്ട് നമ്മളൊന്ന് പറഞ്ഞു നോക്കാം. പറ്റുമായിരിക്കും, ശ്രമിക്കാം. ഓക്കെ അല്ലേ? കൂടെ ഉണ്ടായാൽ മതി, ഉണ്ടാവുമായിരിക്കും. വല്ല ഷോർട്സ് ഒന്നും കണ്ടു പോയേക്കല്ലേ മക്കളെ, അപ്പൊ നോക്കി വെക്കാം, എന്തെങ്കിലുമൊക്കെ വരുന്നോട്ട് കാണാം. ശരിയെന്നാ, ഓക്കെ. പിന്നെ ഇനി നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ പറയാം. നമുക്ക് ജസ്റ്റ് ഇപ്പൊ നേരത്തെ ഞാൻ തന്നപോലെ എക്സിന്റെ ചോദ്യം പോലെ വേറെ ചോദ്യങ്ങളും വരും. അപ്പൊ അത് വേറെ തരത്തിലായിരിക്കും. ഇപ്പൊ എങ്ങനെ ഉണ്ടാകുക? മോഡ് x-1 ഈക്വൽ ടു 4 എങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? x-1 മോഡ് x-1 എന്ന് പറയുന്നത് 4 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ആരെയാണ്, അല്ല ആരൊക്കെയാണ്, എങ്ങനെയൊക്കെ കണ്ടുപിടിക്കും? അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്, x-1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് ഇത്രേ ഉള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എന്തുണ്ട്, സംഖ്യാരേഖ ഉണ്ട്, നമ്പർ ലൈൻ ഉണ്ട്. ഓക്കെ, ഇതില് എവിടെയോ ഒരു എക്സ് എന്ന് പറയുന്ന ആളുണ്ട്. എവിടെയാന്ന് നമുക്കറിയാം, എക്സ് എവിടെ വേണേലാവും. അപ്പൊ എക്സ് എന്ന് പറയുന്ന ആള് എവിടെയെങ്കിലും ആവട്ടെ, ആ എക്സിൽ നിന്നും ഒന്നിലേക്കുള്ള ദൂരം എന്ന് വെച്ചാൽ ഈ 1 എവിടെയാന്ന് അറിയില്ല, ഞാൻ ഇവിടെ ജസ്റ്റ് മാർക്ക് ചെയ്തെന്നുള്ളൂ. നമുക്ക് ഈ സംഖ്യകളൊന്നും അറിയില്ല, കറക്റ്റ് എനിക്ക് എവിടെയാ കറക്റ്റ് എന്ന് എനിക്ക് അറിയില്ല, നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അവിടെ നിന്നും ഒന്നിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 4 ആണ്. ഇവര് തമ്മിലുള്ള, അതായത് എക്സ് എന്ന് പറയുന്ന ആളും ഈ 1 എന്ന് പറയുന്ന ആളും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. എക്സ് എത്ര വേണമെങ്കിലും ആവാം. ചിലപ്പോ എക്സ് ഇവിടെ എവിടെയെങ്കിലും ഉള്ള ആളൊക്കെ, ആ എക്സ് നമ്മൾ ഒന്നിലേക്കുള്ള ദൂരം എടുത്തു കഴിഞ്ഞാൽ അത് എത്ര കിട്ടണം? 4 കിട്ടണം. അങ്ങനെയുള്ള എക്സുകൾ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് എന്ത് പറയാം? നമ്മൾ പഠിച്ചൊരു കാര്യം എന്താ, ഇതിന്റെ ഉള്ളിൽ എന്ത് കൊടുത്താലും പോസിറ്റീവേ കിട്ടുള്ളൂ. കാര്യം അറിയാലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒറ്റ കാര്യം, ഈ 2 വര ഇല്ല എന്ന് വരും. x-1 എന്നാണ് ആണല്ലോ. അപ്പൊ നമുക്ക് കിട്ടേണ്ട ഉത്തരം എന്തായിരിക്കും? ചിലപ്പോ 4 തന്നെ ആയിരിക്കും കിട്ടുക, ആ കാര്യം ഉറപ്പാണ്. അതല്ലെങ്കിലോ നമുക്കറിയാം, ചിലപ്പോ ഇതിന്റെ ഉള്ളിൽ വന്നത് 4 ആയതുകൊണ്ട് 4 വന്നു. ഇനി 4 പകരം -4 ആണെങ്കിൽ എന്താ വരിക? അവിടെ എന്താ വരിക? ഇതാ നമുക്ക് നോക്കി നോക്കാം. x-1 -4 അങ്ങനെയും വരാലോ, രണ്ടുത്തരം വരാലോ. ഒന്നില്ലെങ്കിൽ 4 ആയിരിക്കും, അല്ലെ -4 ആയിരിക്കും. കാരണം ഇതിന്റെ ഉള്ളിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ എക്സ് എന്ന് പറയുന്ന സംഖ്യക്ക് പകരം ഒരു നമ്പർ കൊടുത്തതിന് ശേഷം നമുക്ക് കിട്ടിയ ഉത്തരാണ് 4. അത് ഈ 2 വര ഉണ്ടായതുകൊണ്ടാണ് പോസിറ്റീവ് ആയത്. ചിലപ്പോ 2 വര ഇല്ലെങ്കിലും പോസിറ്റീവ് ആയിരിക്കും. ആ 2 വര ഉള്ളതുകൊണ്ട് പോസിറ്റീവ് ആവാം, അല്ലെങ്കിലും പോസിറ്റീവ് ആവാം. അപ്പൊ ആ 2 വര ഇല്ലെങ്കിൽ ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ആ 2 തരത്തിലുള്ള എക്സ് നമ്മൾ കണ്ടുപിടിക്കും. അതാണ് മെയിൻ പ്രശ്നം. ഓക്കെ, അപ്പൊ ഇതാണെങ്കിൽ എന്താ ചെയ്യുക? നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ എക്സ് എന്ന് പറയുന്ന ആൾ മാത്രമേ ഇവിടെ വരൂ, എക്സ് കണ്ടുപിടിക്കാൻ. അപ്പൊ ഇവിടെ ആരധികം പറ്റായിട്ടുണ്ട്? ഈ -1 എന്ന് പറയുന്ന ആള് അധികം പറ്റായിട്ടുണ്ട്. അയാളെ ഒഴിവാക്കണം. എങ്ങോട്ടേക്ക് ഒഴിവാക്കാം? ആകെ 2 സ്ഥലമുണ്ട്. ഏതൊക്കെയാ 2 സ്ഥലം? ദാ, ഒന്ന് സമത്തിന്റെ ഇപ്പുറവും ഒന്ന് സമത്തിന്റെ അപ്പുറം. അപ്പൊ ഇപ്പുറമുള്ള ആൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പൊ ഓൾറെഡി ഇവിടെ ആരുണ്ട്? 4 ഉണ്ട്. അവിടത്തേക്ക് ആരെ കൊണ്ടുപോകണം? -1 കൊണ്ടുപോകണം. അപ്പൊ -1 എന്ന് പറയുന്നത് എന്താവും? +1 ആവും. അപ്പൊ എത്ര കിട്ടുക? 5. അപ്പൊ എക്സ് എന്ന് പറയുന്ന ആൾ എത്ര കിട്ടി? 5 കിട്ടി. നോക്കിയേ, 5 എന്ന് പറയുന്ന ആളും 1 എന്ന് പറയുന്ന ആളും തമ്മിലുള്ള അകലം എത്രയാണ്? 4 ആണ്. അത് നമ്മൾ ഈ 2 വര ഇട്ട് കഴിഞ്ഞാൽ 4 തന്നെയാണ്. അതിന് മാറ്റമുണ്ടോ? ഇല്ല. അത്രേ ഉള്ളൂ. ഇനി അതേ സംഭവം നോക്കിയേ, x-1 -4. ഇത് കണ്ടുപിടിക്കണം. അപ്പൊ ഇതാ, എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആരെ ഇവിടുന്ന് ഒഴിവാക്കണം? ഈ -1 ഒഴിവാക്കണം. അപ്പൊ എങ്ങോട്ടേക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ? അങ്ങോട്ടേക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ആദ്യം ആരെ എഴുതണതാ? -4 എഴുതണം. എന്തിനാ -4 ആദ്യം എഴുതുന്നത്? നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് അവിടെ ഉള്ള ആളെടുത്ത് പുറത്തിട്ട് നിങ്ങൾ അവിടെ ഇരിക്കും? ഇല്ലല്ലോ. അപ്പൊ ഇതാ -4 എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ആളാണ്, ഇയാളെടുത്ത് പുറത്തിടാൻ പറ്റൂല.
അതിഥിയായി വരുന്ന ആരാ? ഈ -1 ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പൊ -1 എന്തായി മാറും? സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ +1. നെഗറ്റീവ് സ്വഭാവമൊക്കെ മാറ്റിയിട്ടാ പോകും. നമുക്ക് എന്താണ് സ്വഭാവം, നമ്മൾ അത് സ്വന്തം വീട്ടിലല്ലേ കാണിക്കുന്നു. വേറൊരാളെ വീട്ടിൽ പോയിട്ട് ഇവിടെ എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെ അവിടെയും പെരുമാറും. കുറച്ചും കൂടെ ഒന്ന് ഡീസന്റ് ആവാൻ നോക്കും. അപ്പൊ നിങ്ങൾക്കുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അവിടെ വരുത്തേണ്ടി വരും. അതേപോലെ ഇപ്പുറത്തുള്ള ആൾ അപ്പുറത്ത് പോകുമ്പോൾ ചെറുതായിട്ട് ചിലതൊക്കെ മാറി വരും. കണക്കാക്കണ്ട, പ്രശ്നമൊന്നുമില്ല, അവിടെ നോട്ടെ. അപ്പൊ എന്താ ഉത്തരം കിട്ടാൻ നോക്കി? -4 +1. അതിനർത്ഥം എന്താ? 1 മൈനസ് ആണ്, 1 പ്ലസ് ആണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? വലുതെന്ന് ചെറുത് ഓർക്കണം, 4ന്ന് 1 ഓർക്കണം. അപ്പൊ എത്ര കിട്ടാ? 3. വലുതിന് ചിഹ്നം കൊടുക്കണം. വലുതാരാ? 4ആണ്. 4ന്റെ ചിഹ്നം എന്താ? മൈനസ്. നോക്കി, ഇവിടെ -3 എന്ന് പറയുന്ന ആളുണ്ട്, ഉണ്ടല്ലോ, അവിടെ നോട്ടെ. അതും 1ഉം തമ്മിലുള്ള അകലം എന്ന് പറയുമ്പോൾ -1 ചെയ്യുന്നത്. ഈ 2 വരയിടാം. അപ്പൊ -3 1 കുറച്ചെന്ന് പറയുമ്പോൾ രണ്ടും കൂടെ കൂട്ടണം എന്നല്ല പറഞ്ഞത്. എന്നിട്ട് എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കണം. അപ്പൊ ഈ വരേന്റെ ഉള്ളിലായതുകൊണ്ട് എന്താ ഉത്തരം കിട്ടുള്ളൂ? പോസിറ്റീവേ കിട്ടും. അപ്പൊ ഈ രണ്ട് കേസിലും ആര് ശരിയാണ്? എക്സ് ശരിയാണ്. എക്സ് 5 ആവാം, അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്നത് -3 ആവാം. നമുക്ക് ഒരു ചോദ്യം കൂടി വെറുതെ ഒന്ന് ചെയ്തു തരാം. ജസ്റ്റ് ഇപ്പൊ ഇതേപോലെ തന്നെ ഇവിടെ എക്സ് -3 സമം 3. ഇങ്ങനെ ചെയ്താലോ? എക്സ് എന്ന് പറയുന്ന ആളും 3 എന്ന് പറയുന്ന ആളും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് എത്രയാണ്? 1ആണ്. ഡിസ്റ്റൻസ് 1ആണ്. അപ്പൊ ഇത് എങ്ങനെയൊക്കെ എഴുതാം? എക്സ് -3 ഇവിടെ ഉള്ള ആൾ അങ്ങനെ തന്നെ എഴുതിയിട്ട് 1. ഇതൊന്ന് ഒന്നാമത്തെ കണ്ടീഷൻ. ഓക്കെ, ഇവിടെ എഴുതിയ പോലെ എക്സ് -1 സമം 4 എന്നതിന് നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ എന്താ? എക്സ് -1 സമം 4. അതന്നെ എടുത്ത് എഴുതി, അതേപോലെ എടുത്ത് എഴുതിയിട്ട് എക്സ് കണ്ടുപിടിക്കണം. അപ്പൊ എക്സ് സമം എന്താ വരിക? ഇവിടെ 1 ഉണ്ട്, അയാളെ ഫസ്റ്റ് എഴുതണം, മാറിപ്പോയത്. ഈ -3 ഇങ്ങോട്ട് വരുമ്പോൾ എന്താ? +4. അപ്പൊ എത്ര കിട്ടുക? സോറി, 4. അതൊക്കെ നോക്കിയിട്ട് എഴുതണം, എന്താ ശരി. അപ്പൊ -3 ഇങ്ങോട്ട് വരുമ്പോൾ +3. അപ്പൊ 1 3 കൂട്ടി എത്രയാ? 4. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ അറിയാൻ വേണ്ടിട്ട് വെറുതെ നിർത്തോക്കിയതാണേ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്കറിയാം. ഓക്കെ, അപ്പൊ നോക്കി, 4ഉം 3ഉം തമ്മിലുള്ള അകലം എത്രയാ? 4ന്ന് 3 കുറച്ച 1. ശരിയാണ്, കേസ് റെഡിയാണ്. രണ്ടാമത്തെ കാര്യം, ഇതേ സംഭവം തന്നെ ഇതാ, എക്സ് -3. ഇവിടെ 1 ഈ സമത്തിന് ശേഷമുള്ള ആളെ നമുക്ക് എന്താക്കാം? ഇവിടെ പ്ലസ് ആയതുകൊണ്ട് അടുത്ത മൈനസ് കൊടുക്കാം. എന്നിട്ട് അടുത്ത എക്സ് കണ്ടുപിടിക്കുക. അപ്പൊ എന്താ കിട്ടാ? എക്സ് ഈക്വൽ ടു -1. ആദ്യം -3 ഇങ്ങോട്ട് വരുമ്പോ എന്താവും? +3 ആവും. അപ്പൊ ഒരറ്റത്ത് മൈനസ്, ഒരറ്റത്ത് പ്ലസ്. എന്താ ചെയ്യാ? വലുതൊന്ന് ചെറുത് കുറക്കണം. വലുതാരാ? 3. 3 1 കുറക്കണം. എത്ര കിട്ടുക? 2. വലുതിന്റെ ചിഹ്നം എന്താ? പ്ലസ്. എഴുതണോ? വേണ്ട, എഴുതാം. എക്സ് ഈക്വൽ ടു. അപ്പൊ 2ൽ നിന്ന് ഇതാ -3ലേക്ക്, അല്ലെങ്കിൽ 2ൽ നിന്ന് 3ലേക്കുള്ള അകലം എത്രയാണ്? 1 അല്ലേ? 2ന്ന് 3ലേക്കുള്ള അകലം 1. അപ്പൊ ആ രണ്ട് കേസിലും, ഈ എക്സ് 2 കേസിലും 4 കേസിലും ഒക്കെ നമുക്ക് അകലം എത്ര കിട്ടുക? 1 കിട്ടുക. അത് സംഖ്യാരേഖേന്റെ പ്രത്യേകത, ഈ വരേന്റെ പ്രത്യേകത. അത് മറന്നുപോയി. ഓക്കെ ആണ്. നമുക്ക് എന്താക്കാം? ഇനി ഇതൊക്കെ തന്നെ ആയിരിക്കും ചോദ്യം, വേറെ പ്രത്യേകിച്ച് ചോദ്യം ഒന്നും വരാനില്ല. ഇനി സാധ്യത അല്ല, ഇത് തന്നെ സാധ്യതയുള്ള ആൾ എന്ന് പറയുന്നത് അടുത്തത് ഇതേപോലെ തന്നെ ഈ മൈനസിന് വരെ എന്ത് വരും? പ്ലസ് വരും. ഇങ്ങനെ വരും. അപ്പൊ എന്താ ചെയ്യാം? ഒന്നും ചെയ്യണ്ട, നേരത്തെ ചെയ്തതുപോലെ നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇവിടെ മൈനസ് എന്ന് പറയുന്ന പ്ലസ് ഒക്കെ ആവാം, അതിനൊന്നും വലിയ വിഷയം. ഇത് പ്രശ്നം വരുന്നത് ചില സമയം, അത് അടുത്ത കാര്യം. അപ്പം നോക്കാം. ഇപ്പൊ x+1. അപ്പൊ x+1 ഈക്വൽ ടു 5. അത് ഒന്നാമത്തെ കേസ് ആണല്ലോ, കാണുന്നില്ലേ? ഓക്കെ, അപ്പോ എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? എക്സ് സമം ഈ +1 ഇങ്ങോട്ടേക്ക് പോയാൽ മതി. 5 ഇവിടെ ഉണ്ട്, ഈ 1 +1 ഇങ്ങോട്ട് വരുമ്പോൾ എന്താ? -1. എത്ര കിട്ടുക? 4. 4 1 കൂട്ടി 5. കറക്റ്റാണ്. അടുത്ത കേസ് എന്തായിരിക്കാം? x+1. രണ്ടാമത്തെ കേസാണ്. x+1 സമം എന്താണ്? 5. ഇവിടെ 5 അല്ലേ? 5 നമ്മൾ എന്താക്കി എഴുതണം? -5 ആക്കി എഴുതണം. അപ്പൊ എക്സ് സമം എന്താ വരിക? -5 +1 ഇങ്ങോട്ട് വരുമ്പോ മൈനസ്. എന്തല്ലേ വരിക? ഓക്കെ, അപ്പൊ എന്താ? രണ്ടും കൂടെ മൈനസ് ആവുമ്പോ ഒരിക്കലും പ്ലസ് ആവൂല. ഇത് ഗുണിക്കുകയല്ല, ഇത് വേറെന്തോ പരിപാടിയാണ്. അപ്പൊ നോക്കുക, ഗുണിക്കുമ്പോ മാത്രമേ അത് പ്ലസ് ആവുള്ളൂ. 2 മൈനസ്. ഇതെന്താ ചെയ്യേണ്ടത്? 5 1 കൂട്ടും, 6 ഇത് മൈനസ്. ഇതാണ് പരിപാടി. ഓക്കെ ആണല്ലോ. അപ്പൊ എക്സ് എന്ന് പറയുന്നത് -6 ആവാം, 4. ഓരോ കേസിലും നമ്മൾ എടുത്തെഴുതണം. എന്ത്? എക്സ് എന്ന് പറയുന്നത് 3ആണ്, എക്സ് ഈക്വൽ ടു 2 ആണ്. അങ്ങനെയൊക്കെ നമുക്ക് ഓരോന്നോരോന്ന് ഇതാ. ഇപ്പോഴത്തെ ഈ കേസിൽ 4ആണ്, -ആണ്. ഇതൊക്കെ തന്നെയാണ് പരിപാടി. വലിയ ബുദ്ധിമുട്ടുള്ള കേസൊന്നും നിങ്ങൾക്ക് ചെയ്യാനാവും. യു ക്യാൻ, ഐ നോ.
നമുക്കിനി അടുത്ത ഇതിന്റെ സെക്കൻഡ് ഭാഗത്തിലേക്ക് പോവാം. അതോടുകൂടി ഈ പാഠം ചെറിയ പാഠം. ഓക്കെ, അപ്പോ അടുത്തതാണ് മധ്യബിന്ദു, മിഡ് പോയിന്റ്. ഓക്കെ, മിഡ് പോയിന്റ് എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? നമ്മളെല്ലാം പറയുന്നത് ആരെ കുറിച്ചാണ്? 0, -1, -2, മൈനസ് ഇല്ലേ? ഓക്കെ, ഇവിടെ -1, ഇവിടെ -2, ഇവിടെ -3, ഇവിടെ 3, ഇവിടെ 4, ഇങ്ങനെ പോകുന്ന സംഖ്യാരേഖനെ കുറിച്ചാണ്, ഇവരെ കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. റിയൽ നമ്പേഴ്സിനെ അല്ലെ റിയൽ ലൈൻസിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. അപ്പൊ എന്താണ് മധ്യബിന്ദു എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലുള്ള ഏതെങ്കിലും രണ്ടാൾക്കാരുണ്ട്. അപ്പൊ 4, 2, ഇവരുടെ രണ്ടുപേരുടെയും നടുക്കുള്ള ആള് ആര്? നമുക്ക് കണ്ടറിയാം ആരാ? 3 ആണ്. അത് കണ്ടുപിടിക്കുന്നതിനാണ് മധ്യബിന്ദു എന്ന് പറയുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കുക? അപ്പൊ 2ഉം 4ന്റെയും ആരെ കാണണം? മധ്യബിന്ദു അല്ലെങ്കിൽ മിഡ് പോയിന്റ് കാണണം. ഓക്കെ, മധ്യബിന്ദാക്ഷരം മധ്യബിന്ദു. ഓക്കെ, നിൽക്കട്ടെ, മിഡ് പോയിന്റ്. ഓക്കെ, അത് കാണും. അത് കാണാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന 2 സംഖ്യനും കൂടെ കൂട്ടുക. എന്നിട്ട് അതിന്റെ പകുതി 2ഉം 4ഉം കൂട്ടി എത്ര? 6. അതിന്റെ പകുതി എത്ര? നോക്കി, 3 ആൾക്കുള്ള ആള്. അപ്പൊ -1ഉം 2ഉം തമ്മിലുള്ള മധ്യബിന്ദുവാണ്, കറക്റ്റ് സെന്ററിലാണ്. ആരായിരിക്കും? നമുക്ക് നോക്കാം. ഇവര് തമ്മിൽ കൂട്ടിയാൽ മതി. -1ഉം 2ന്റെയും മധ്യബിന്ദു കാണണം, മിഡ് പോയിന്റ് കാണണം. അങ്ങനെയാണെങ്കിൽ -1ഉം 2ഉം കൂടെ കൂട്ടുക, അതിന്റെ പകുതി എടുക്കുക. ഇങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞേ. ഒന്ന് മൈനസ് ആണ്, ഒന്ന് പ്ലസ് ആണ്. കുറെ നേരമായി പറഞ്ഞു കൊടുക്കുന്നത്. വലുതൊന്ന് ചേർത്ത് കൊടുക്കുക. വലുതാരാ? 2. 2 1 കൊടുക്കുക. എത്ര കിട്ടുക? 1. വലുതിന്റെ ചിഹ്നം പ്ലസ് ആണ്, വേണ്ടിട്ടുണ്ട. 1/2 എന്ന് വെച്ചാൽ എത്ര? 0.5. ആരാ? അല്ലെ, 1ന്റെ പകുതി ആരാ? അപ്പൊ നോക്കി, എവിടെ ഉണ്ടാകുക? ആരാ? കറക്റ്റ് ഇവിടെ. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം ഒരേതാണ്. നല്ല മധ്യബിന്ദു അല്ലെ? എന്റെ അടുത്തോട്ടും വലത്തോട്ടും ഒരേ ദൂരാണെന്ന് പറയണെങ്കിൽ ഞാൻ നടുക്ക് നിൽക്കുന്ന ആളാവണം. അപ്പോ ഇവരുടെ രണ്ടുപേരുടെയും നടുക്ക് നിൽക്കുന്ന ആൾ ആരാണ്? 0.5 ആണ്. അങ്ങനെ മധ്യബിന്ദു കണ്ടുപിടിക്കുക. അപ്പോ സംഖ്യാരേഖയിലുള്ള 2 ആളുകളുടെ മധ്യബിന്ദു കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന 2 സംഖ്യനും കൂട്ടി അതിന്റെ പകുതി കാണും. സിമ്പിൾ അല്ലേ? ചെയ്യാനാവൂലേ? പക്ഷെ എല്ലായിടത്തും കോംപ്ലിക്കേഷൻ ഉണ്ടാവും. അതെന്താന്ന് ഞാൻ പറഞ്ഞു. അടുത്ത ചോദ്യത്തിൽ പറയാം. പ്രശ്നമുണ്ടോ? ഇല്ല. സിമ്പിൾ, ഹമ്പിൾ, ബി കൂൾ, ബി സേഫ്. ഓക്കെ, നമുക്ക് സെറ്റാക്കാം. മധ്യബിന്ദുവായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇപ്പൊ പഠിച്ചതൊന്നുമല്ലല്ലോ, വരുന്നത് എന്താണ്? പണ്ടേ കണക്കാണ്. നമ്മൾ പഠിക്കുന്നൊന്ന് വരുന്നു. എന്തൊരടങ്ങാറാക്കണല്ലേ? ബുദ്ധിമുട്ട് തന്നെയാണ്. എനിക്കറിയാം, നിങ്ങളുടെ വിഷമത്തിന് ഞാൻ പങ്കുചേരുന്നു. പഠിക്കുക, വേറെ രക്ഷയില്ല, മാർക്ക് വേണ്ടേ? അപ്പൊ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രേ ഉള്ളൂ. നമ്മളെ സംഖ്യാരേഖയില് എക്സ് എന്ന് പറയുന്ന ആളിൽ നിന്നും 2ലേക്കുള്ള ദൂരം, ഇവിടെയാണ് 2ലേക്കുള്ള ദൂരം, അതുപോലെ എക്സ് നേരത്തേക്കുള്ള ദൂരം, 4ലേക്കുള്ള ദൂരം. ഇതിന് നമ്മൾ അകലം തന്നെ പറയാം. അപ്പൊ എക്സിൽ നിന്നും 2ലേക്കുള്ള ദൂരവും എക്സിൽ നിന്നും 4ലേക്കുള്ള ദൂരം എന്ന് വെച്ചാൽ ഇവര് തമ്മിലുള്ള അകലവും ഒരേതാണ്, തുല്യമാണ് എന്നാ പറഞ്ഞത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇവിടെ സെന്റർ എന്ന് വിചാരിക്കും. എന്റെ വലത്തോട്ടേക്കുള്ള ദൂരവും ഇടത്തോട്ടേക്കുള്ള ദൂരവും ഒരേതാണ് എന്ന് പറയണമെങ്കിൽ ഞാൻ കറക്റ്റ് എവിടെയായിരിക്കും ഉണ്ടാകുക? കറക്റ്റ് സെന്ററിലായിരിക്കും ഉണ്ടാകുക അല്ലെ? ഞാൻ നടുവിലാണ് നിൽക്കുന്നത് എന്ന് പറയണമെങ്കിൽ എന്റെ ഇങ്ങോട്ടേക്കുള്ള ദൂരവും ഇങ്ങോട്ടേക്കുള്ള ദൂരമൊക്കെ എന്താവും? സെയിം ആവണ്ടേ? ഒരുപോലെ ആവണ്ടേ? അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്ന ആളാരാ? മധ്യബിന്ദുവാണ്, മിഡ് പോയിന്റ് ആണ്. ആരുടെ? 2ന്റെയും 4ന്റെയും. അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവരുടെ മധ്യബിന്ദു കണ്ടുപിടിച്ചാൽ മതി. എന്ന് വെച്ചാൽ 2ഉം 4ഉം കൂടെ കൂട്ടുക, അതിന്റെ പകുതി. 2ഉം 4ഉം കൂട്ടി എത്രയാ? 6. 6ന്റെ പകുതി എത്രയാ? 3. ഇങ്ങനെ കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ. അടുത്തത് നമുക്ക് നോക്കാം. എക്സിൽ നിന്ന് 1ലേക്കുള്ള ദൂരവും എക്സിൽ നിന്ന് 6ലേക്കുള്ള ദൂരവും ഒരേതാണ് എന്ന് പറയുമ്പോൾ എക്സ് ആരാണ്? മധ്യബിന്ദുവാണ്. ആരുടെ മധ്യബിന്ദു? ഈ 1ന്റെയും 6ന്റെയും മധ്യബിന്ദു. അതാണ് ഇപ്പൊ നമ്മൾ വര പറഞ്ഞു. ഇവിടെയാണ് എക്സ്. ഇവിടുന്ന് 1ലേക്കുള്ള ദൂരവും 6ലേക്ക്, ഈ 2 ദൂരവും ഒരേതാണ് എന്ന് പറയുമ്പോൾ എക്സ് മധ്യബിന്ദുവാണ്, നടുക്കാണ്. അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ തന്നിരിക്കുന്ന 1നെയും 6നെയും കൂട്ടുക, അതിന്റെ പകുതി എടുക്കുക. 1 6 കൂട്ടി 7. 7ന്റെ പകുതി എത്ര? 3.5. ഇനിതാ അടുത്തത്. ഇവിടെ എന്താ പ്രശ്നമുള്ളത്?
ഇത് രണ്ടും ഒരേപോലെയാണ്. പക്ഷെ ഇയാളുടെ പ്രശ്നം എന്താ പ്രശ്നം? നിങ്ങൾ തന്നെ പറയാം, നിങ്ങൾക്ക് തന്നെ എന്താ? ഇവിടൊക്കെ മൈനസ് ഉള്ളത് ഇവിടെ പ്ലസ് ആയിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യാ? അങ്ങനെ വരുമ്പോ എന്ത് പറ്റും? അപ്പൊ നിങ്ങൾ ആലോചിക്കണം, എന്താ ഇവിടെ എക്സ് പ്ലസ് എന്ന് പറയുന്ന ആളെ 2 മൈനസ് ആക്കിയിടണം. അത്ര ചെയ്യണ്ടുള്ളൂ. അങ്ങനെ ചെയ്യാനാവില്ല. പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മൈനസ് ആണ്. അപ്പൊ എന്താ കിട്ടുക എന്ന് പറഞ്ഞേ? എക്സ് മൈനസ് 3. ഇങ്ങനെ ചെയ്താലോ? ഇപ്പൊ ആര് തമ്മിലുള്ള അകല കണ്ടുപിടിക്കണ്ടേ? മധ്യബിന്ദുവാണ്. ആരുടെ മധ്യബിന്ദു? ഈ -1ന്റെയും ഈ കാണുന്ന 3ന്റെയും മധ്യബിന്ദു ആണ് എക്സ്. അതന്നെ നേരത്തെ വരച്ച വര പോലെ നിങ്ങളൊന്ന് വരച്ചു നോക്കിയാൽ കിട്ടും. ഓക്കെ. അപ്പൊ ഈ പ്ലസ് വന്നാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? 2 മൈനസ് ഇട്ടിട്ട് ആ മൈനസിൽ വെച്ച് കൂട്ടണം. അപ്പൊ എന്താ കിട്ടുക? 1 മൈനസ് ആണ്, 1 പ്ലസ് ആണ്. എന്ത് ചെയ്യണ്ടേ? വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം കൊടുക്കണം. അപ്പൊ വലുത് ആരാണ്? 3 ആണ്. 3 ഒന്ന് കുറച്ച് ആരാ? 2 ആണ്. 2ന്റെ ചിഹ്നം എന്താ കൊടുക്കണ്ടേ? വലുതിന്റെ ചിഹ്നം പ്ലസ് ആണ്, അത് കൊടുക്കണ്ട. 2/2 2 കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഇത് നോക്കിയേ. ഇവിടെ രണ്ടോടത്തും പ്ലസ് ആണ്. അപ്പൊ എങ്ങനെ എഴുതണം? എക്സ് മൈനസ് മൈനസ് സമം എക്സ് മൈനസ് മൈനസ് ആണ്. പ്ലസ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. ഏത് കേസില്? മധ്യബിന്ദു കാണേണ്ട ഈ ചോദ്യമാണ്. നേരത്തെ ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞു, അന്നേരം ചെയ്യണമായിരുന്നു? വേണ്ട. നേരത്തെ എക്സ് കണ്ടുപിടിച്ച കുറച്ച് മുമ്പ് ചെയ്ത ചോദ്യം അതിൽ ചെയ്യണം. എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയിട്ട് മാറ്റി മാറ്റി അടിക്കരുതേ. അപ്പൊ എന്താ കിട്ടുക? എക്സ് മധ്യബിന്ദുവാണ്. ആരുടെ? -2ന്റെയും -6ന്റെയും അല്ലെ കൂട്ടുക അതിന്റെ പകുതി. അപ്പൊ രണ്ടറ്റത്ത് മൈനസ് നടുവിൽ പ്ലസും വന്നാൽ എന്താ ചെയ്യാ? ഒന്നും ആവൂല. ജസ്റ്റ് ഈ പ്ലസും മൈനസും വരുന്ന കൊടുത്ത് നിങ്ങൾ മൈനസ് മാത്രം എഴുതിയാൽ മതി. എന്നിട്ട് അതിന്റെ പകുതി. അപ്പൊ എന്താ കിട്ടുക? രണ്ടറ്റത്തും മൈനസ് ആണ്. എന്താ ചെയ്യേണ്ടത്? രണ്ടും കൂടെ കൂട്ടുക, മൈനസ് കൊടുക്കുക, പകുതി. 8ന്റെ പകുതി 4, -7. ചെയ്യാനാവണേ? ബുദ്ധിമുട്ടുണ്ടോ? ഇനി ഇക്കൂട്ടത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം കൊടുത്തത്, 5ാമത്തെ ചോദ്യം. അത് ഞാൻ തരാം. ഇത്രേ ഉള്ളൂ. എക്സ് എന്ന് 0-ലേക്കുള്ളതാ അല്ലെ? ഇങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇങ്ങനെ അല്ലേ എഴുതുള്ളൂ അല്ലെ? എക്സ് എന്ന് 0-ലേക്കുള്ള അകല ആരാണ്? അല്ലെ? എക്സ് എന്ന് എക്സ് കുറച്ച് 0 കുറച്ച് എക്സ് അല്ലേ? അപ്പൊ ചിലപ്പോ ഇങ്ങനെ തരില്ല. ഇത് ഇങ്ങനെ തന്നിട്ട് പറയും mod x സമം എക്സ് മൈനസ് 2. അതിനർത്ഥം എന്താണ്? എക്സിൽ നിന്ന് 0-ലേക്കുള്ള അകലവും എക്സിൽ നിന്ന് 2-ലേക്കുള്ള അകലവും ഒരേതാണ്. അത് നമ്മൾ മനസ്സിലാക്കും. അതാണ് നമ്മൾ ഓക്കെ ആണ്. അപ്പൊ എന്താ കിട്ടുക എന്ന് പറഞ്ഞാൽ എക്സിൽ നിന്ന് 0-ലേക്കുള്ള അകലം എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പൊ മധ്യബിന്ദു കാണുക ആരതൊക്കെയാണ്? 0ന്റെയും 2നെയും കൂടെ കൂട്ടിയിട്ട് അതിന്റെ പകുതി. അപ്പൊ ഇവിടെ 0 തന്നിട്ടുണ്ടോ? ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതെന്ന് എക്സിൽ നിന്ന് മാത്രം വരണമെങ്കിൽ ആര് തമ്മിലുള്ള അകലായിരിക്കും കണ്ടിരിക്കുന്നത്? 0 ആയിട്ടുള്ള അകലായിരിക്കും. അപ്പൊ എന്താ കിട്ടുക? 2ന്റെ പകുതി 2/2. 2 എത്ര? 2. ഇങ്ങനെ കണ്ടുപിടിക്കാം. അവിടെ പ്ലസ് വന്നാലൊക്കെ നിങ്ങൾക്ക് ചെയ്യാനാവണം. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ ഇതാണ് ഈ പാഠത്തിൽ നിന്ന് വരുന്നത്. ഈ ഒരു ഒറ്റ പാഠം നമ്മുടെ രേഖീയ സംഖ്യകൾ എന്ന് പറയുന്ന റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയായി. ശ്രദ്ധിക്കും കേട്ടല്ലോ. ചിലപ്പം ചോദിക്കും, എക്സും 1ഉം തമ്മിലുള്ള അകലം ഡിസ്റ്റൻസ് നിങ്ങൾ എങ്ങനെയാണ് അടയാളപ്പെടുത്തുക? എക്സും 1ഉം തമ്മിൽ ഇപ്പൊ ഇങ്ങനെ ആലോചിച്ചു, എക്സും 1ഉം തമ്മിലുള്ള അകലം 7 ആണ്. അത് നിങ്ങൾ എങ്ങനെ നമ്മുടെ രേഖീയ സംഖ്യയുടെ രൂപത്തിൽ അടയാളപ്പെടുത്തും? ഓക്കെ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് 1 if it is equal to 7? write in a algebraic form, അല്ലെങ്കിൽ നമ്മുടെ റിയൽ നമ്പേഴ്സിന്റെ ഈ റിയലിന്റെ രൂപത്തിൽ ഇത് എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നതാ, ഈ എക്സും 1ഉം തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് എക്സ് മൈനസ് 1. എന്തിന്റെ അകലം ആയിക്കോട്ടെ. ഇപ്പൊ -1ന്റെ അകലാണെങ്കിലും ഇവിടെ എക്സും ഇത് ഞാൻ പറയട്ടെ ആദ്യം. എക്സും 1ലേക്കുള്ള ദൂരം എത്രയാണ്? 7 ആണ്. ഇങ്ങനെ അടയാളപ്പെടുത്താം. ഇനി അതല്ല, എക്സും -1ഉം തമ്മിലുള്ള അകലം എന്ന് പറയുമ്പോൾ ഇവര് തമ്മിൽ കുറക്കണം. എന്നിട്ട് അത് എത്രയാണ്? 6. അതാണെങ്കിൽ 6. അപ്പൊ ഈ മൈനസും കൂടെ ഉണ്ടാവും, പ്ലസ് ആയിട്ട് 6. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ സെറ്റാണ്. അപ്പൊ ഈ പാഠത്തിൽ നിന്ന് എന്ത് ചോദ്യം വന്നാലും നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് പറ്റും, നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ. അപ്പൊ ഇതെല്ലാവർക്കും ഷെയർ ചെയ്തു. ഒറ്റയ്ക്ക് കാണുകയാണെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്തോളൂ. എനിക്കെന്തായാലും ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല. നിങ്ങളൊക്കെ ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇവിടെ പൈസ ഒന്നും കിട്ടുന്നില്ലല്ലോ, കഷ്ടപ്പാടാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആക്കി സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, ബൈ ബൈ. ശരി എന്നാ, ടാറ്റ, സീ യു. അടുത്ത വീഡിയോ, അടുത്ത പാഠം. ഓക്കെ.